കഴിഞ്ഞ ദിവസം നമ്മുടെ കെ കൊച്ച് അന്തരിച്ചു. അദ്ദേഹത്തെ ജൈവ ബുദ്ധിജീവി എന്നാണ് ഇന്ന് മാധ്യമം വിശേഷിപ്പിച്ചത് പത്രത്തിൽ. മനോരമ അദ്ദേഹത്തെ ജ്ഞാനസഞ്ചാരി എന്നാണ് വിശേഷിപ്പിച്ചത്. ഏതായാലും വലിയൊരു പോരാളി എന്ന നിലയ്ക്ക് അദ്ദേഹം അറിയപ്പെടുന്നു. ശൈക്ഷണിക മേഖലയിൽ അദ്ദേഹത്തിൻ്റേതായ കൃത്യമായ വഴി എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ദളിത് കീഴാള പോരാട്ടങ്ങളിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം സമകാലിക കേരളത്തിലെ ആ രംഗത്ത് ഈ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. ജെയിംസ്, എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ഇന്ന് ഞാൻ മാധ്യമങ്ങൾ പത്രങ്ങളുടെ തലക്കെട്ട് കണ്ടും ഇന്നലെ ടെലിവിഷൻ ചാനലുകളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒബിറ്റ് ന്യൂസുകൾ കണ്ടും ഞാൻ അത്ഭുതപരാന്തരനായിപ്പോയി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം മുൻ പേജ് വാർത്തയാണ് കെ കൊച്ച് അന്തരിച്ചു എന്നുള്ളത്. ഇന്നലെ ഏഷ്യാനെറ്റ് നൽകിയിട്ടുള്ള ഒബിറ്റ് ന്യൂസുകൾ കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം വന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഓർക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും എന്നെ അത്ഭുതപരാന്തരനാക്കി. അങ്ങനെ അത്ഭുതം ഉണ്ടാകാനുള്ള കാരണം കെ കൊച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ആരും അറിയുമായിരുന്നില്ല. അദ്ദേഹം എന്താണ് എന്ന് പറയുന്നത് കേരളത്തിലെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിന് മനസ്സിലാകുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ഒരു സഫലീകരണമാണ് ഇന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തെ യഥാർത്ഥ രീതിയിൽ അനുസ്മരിച്ചത്. ഇന്ന് അദ്ദേഹത്തിന് ഉപചാരപൂർവ്വം ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തെ യാത്ര അയച്ചത്. അത് അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഫലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്? പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ആ പറഞ്ഞ കാര്യങ്ങളുടെ അദ്ദേഹത്തെ പോലുള്ളവർ തുടങ്ങി വെച്ച കാര്യങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം അദ്ദേഹം തുടങ്ങുന്നത് എവിടെ? ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് വേണുവിനോട് പറയുമായിരുന്നു, അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ അദ്ദേഹത്തിന് മൂക്കിപ്പൊടിയണമായിരുന്നു. പക്ഷേ അത് അസുഖബാധിതനായ ശേഷം കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്? കേരളം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ കേരളമാണ്. പക്ഷേ നമ്മൾ കേരളം എന്നൊരൊറ്റ കളിയിൽ അദ്ദേഹത്തെ ഒതുക്കിയിടാൻ കഴിയില്ല. അദ്ദേഹം ഒരു ഇന്ത്യൻ ബുദ്ധിജീവിയാണ്. അത് ഇന്ത്യയുടെ യാഥാർത്ഥ്യത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള അംബേദ്കറുടെ പാരമ്പര്യമുള്ള ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം. അംബേദ്കർ പറഞ്ഞു വെച്ചത് എടുത്തു നിന്ന് കേരളത്തിലേക്ക് അതിനെ പരാവർത്തനം ചെയ്ത ഒരാളാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തെപ്പറ്റി 80കളിൽ നമ്മുടെയൊക്കെ സ്കൂൾ കാലത്ത് പ്രധാനമായും കേൾക്കുന്നൊരു വായ്ത്താരി കേരളമാണ് ഭൂപരിഷ്കരണം നടപ്പാക്കിയിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം എന്നാണ്. അന്ന് ഈ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ സമയമാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ വീടുകളിൽ വരും, അവരുടെ ലഘുലേഖ തരും, അവർ നമ്മളോട് സംസാരിക്കും. നമ്മളോടെന്ന് വെച്ചാൽ മുതിർന്നവരോട് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നിട്ടുണ്ട്. കേരളത്തിൽ ഭൂപരിഷ്കരണം ഉണ്ടായി. അതാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വികസന വിപ്ലവം, സാമൂഹിക മാറ്റം, സാമൂഹിക വിപ്ലവം എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് കെ കൊച്ച് ആദ്യമായി. കേരളത്തിൽ നടന്നിട്ടുള്ള ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് തട്ടിപ്പാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള ഭൂപരിഷ്കരണമല്ല, പകരം ഒരു കുടിയായ്മ പരിഷ്കരണം മാത്രമാണ്. അത് അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താണ് ഭൂപരിഷ്കരണം? ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു കേരളം. ഒരു നാട്ടുരാജ്യങ്ങളുടെ ഒരു സംഘാതം, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന് പറയുന്ന പോലെ. അന്ന് ഭൂജന്മിമാരുടെ ഭൂമി. ആദ്യമായി ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്നു. അവർ ഭൂപരിഷ്കരണം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യമായി എന്താണ് ചെയ്യേണ്ടത്? ഈ ജന്മിമാരുടെ ഇന്ന് ഭൂമി സർക്കാർ ഏറ്റെടുക്കണം. എന്നിട്ട് ഇവിടുത്തെ പൗരന്മാർക്ക് തുല്യമായി വിതരണം ചെയ്യണം. അതാണല്ലോ ഭൂപരിഷ്കരണം. പകരം എന്താ നടന്നത്? ഇവിടെ ജന്മിമാരുണ്ടായിരുന്നു, ആ ജന്മിമാർ കുടിയന്മാരുണ്ടായിരുന്നു, കുടിയന്മാരുടെ കീഴിൽ കർഷക തൊഴിലാളികളുണ്ടായിരുന്നു. അതായത് കുടിയന്മാർ കർഷക തൊഴിലാളിയെ കൊണ്ട് വയലിൽ പണി ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് ആദായമെടുത്ത് അതിൻ്റെ ഒരു വിഹിതം കൊണ്ടുപോയി ജന്മിക്ക് കൊടുക്കുന്നു. വരമ്പത്ത് നിന്ന് കൂലി കൊടുക്കുന്ന കുടിയാന് ഭൂമി കൊടുക്കുന്നതിൻ്റെ പേരാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ഭൂപരിഷ്കരണം. പച്ച മലയാളത്തിൽ ഇതാണ് കെ കൊച്ച് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. കൊച്ച് ആദ്യം വർക്ക് ചെയ്യുന്നത് ആദ്യം നക്സൽ മൂവ്മെൻറ്റുകളോടൊപ്പമായിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു വ്യർത്ഥത മനസ്സിലാക്കി അദ്ദേഹം ഒരു സമ്പൂർണ്ണ അംബേദ്കറായിട്ടായി. അദ്ദേഹം ധാരാളം എഴുതി. അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഈ പറയുന്ന പോലെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ മാത്രമല്ല, സാമൂഹിക മേഖലകളിൽ മാത്രമല്ല, സാഹിത്യത്തെ കൂടി ഈ ഒരു ദളിത് പരിപ്രേക്ഷ്യത്തിൽ, അംബേദ്കറേറ്റ് പരിപ്രേക്ഷ്യത്തിൽ വായിച്ചെടുക്കാൻ ശ്രമിച്ചു. മലയാളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ക്ലാസിക്കുകളുടെ യഥാർത്ഥത്തിലുള്ള പിന്തിരിപ്പത്തം എന്താണ്, അതെങ്ങോട്ടാണ് നമ്മൾ അതിൻ്റെ സവർണഭാവുകത്വം എന്താണെന്നുള്ള മലയാളികൾക്ക് നല്ല ലളിതമായ ഭാഷയിൽ വിശദീകരിച്ചു കൊടുത്തു. ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. എഴുത്തും വായനയും പ്രസംഗവും മാത്രമായിരുന്നില്ല, അദ്ദേഹം സമരവും ചെയ്തു. ചെങ്ങറ ഭൂസമരകാലത്താണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ധാരാളമായി സഹിച്ചിട്ടുള്ളത്. ചെങ്ങറ ഭൂസമരം നമുക്കറിയാം. ചെങ്ങറ ഭൂസമരത്തിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു? ആദ്യം നടന്ന ഭൂപരിഷ്കരണത്തിൽ വഞ്ചിക്കപ്പെട്ട നമ്മൾ ഈ കർഷക തൊഴിലാളി എന്ന് ഞാൻ പറയുന്നത്, കർഷക തൊഴിലാളി എന്ന് പറഞ്ഞാൽ ദലിതുകളാണ്.
ദളിതുകൾക്ക് ഭൂമി കിട്ടാത്തതുകൊണ്ടാണ് അവർക്ക് ലക്ഷം വീട് കോളനിയിൽ താമസിക്കേണ്ടി വരുന്നത്, റോഡ് തോട് പുറമ്പോക്കുകളിൽ താമസിക്കേണ്ടി വരുന്നത്. അത്തരം ഭൂപരിഷ്കരണത്തിൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യർക്ക്, ആ മനുഷ്യരാണ് ചെങ്ങറയിൽ സമരം ചെയ്തത്. ആ സമരം ചെയ്ത ഭൂമി ഏതാണ്? 1.5 ലക്ഷം ഏക്കർ കൈവശമായിട്ടുള്ള ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ തോട്ടത്തിൽ കയറിയിട്ടാണ് അവർ സമരം ചെയ്തത്. ചെറിയ സമരമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ദേശീയ കോർപ്പറേറ്റിനോട് സമരം ചെയ്യുകയാണ്. അത് നിങ്ങളുടെ ഭൂമിയല്ല, സർക്കാർ നിങ്ങൾക്ക് പാട്ടത്തിന് തന്ന ഭൂമിയാണ്, നിങ്ങളതിൽ നിന്ന് മുറിച്ച് വിറ്റിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കണം. സർക്കാരിനോട് പറയണം ആ ഭൂമി തിരിച്ചു പിടിക്കണം, എന്നിട്ട് ഭൂമി ഇല്ലാത്ത ആൾക്ക് വിതരണം ചെയ്യണം എന്നുള്ളതാണ് ചെങ്ങറ സമരത്തിൻ്റെ ലാഹഗോപാലിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ അവിടെ അന്ന് വി എസ് അച്യുതാനന്ദ സർക്കാർ ആ സമരത്തോട് സ്വീകരിച്ച സമീപനം എന്താണ്? ലാഹഗോപാലിനെയും കൂട്ടുകാരെയും ഒട്ടുപാൽ കള്ളന്മാർ എന്നാണ് വി എസ് അച്യുതാനന്ദൻ വിളിച്ചത്. ആ വി എസ് അച്യുതാനന്ദൻ ആ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് ലാഹഗോപാലിന് ഇറങ്ങിപ്പോകുന്ന ദൃശ്യം ഇപ്പോഴും മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ ഫുട്ടേജുകളുണ്ട്, ആർക്കൈവ്സിലുണ്ട്. ഞങ്ങൾ തോറ്റിരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ഈ ഔദാര്യം ഞങ്ങൾ സ്വീകരിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടത് 5 ഏക്കർ കൃഷിഭൂമിയാണ്, നിങ്ങൾ 50 സെൻറ്റ് തന്നാൽ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നു പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു ലാഹഗോപാലുണ്ട്. അപ്പോൾ ഈ മുത്തങ്ങ സമരം, ചെങ്ങറ സമരം, ഇങ്ങനെയുള്ള സമരങ്ങളിലൂടെ കൂടി ആ സമരങ്ങൾക്ക് ഊർജ്ജം പകർന്ന ഒരാൾ കൂടിയായിരുന്നു കെ കൊച്ച്. അപ്പോൾ കൊച്ച് എഴുതിയതിൻ്റെയും, കൊച്ചേട്ടൻ എന്നാണ് അദ്ദേഹത്തെ സ്നേഹമുള്ളവർ വിളിക്കുക, എഴുതിയതിൻ്റെയും പറഞ്ഞതിൻ്റെയും സമരം ചെയ്തതിൻ്റെയും ആകത്തുക എന്താണെന്ന് വെച്ചാൽ ആകത്തുകയുടെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ മാധ്യമങ്ങളിൽ കെ കൊച്ചിനെ അനുസ്മരിച്ചു കൊണ്ടുവരുന്ന വാർത്തകളും ഒബിറ്റുകളും. മറ്റൊരു കാര്യം, കെ കൊച്ച് എവിടെ നിന്നാണോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് അന്ന് കാണുന്ന ദളിത് സൊസൈറ്റി അല്ല ഇന്നുള്ള ദളിത് സൊസൈറ്റി. ഇന്ന് ദളിത് സൊസൈറ്റി കുറേ കൂടി എംപവേർഡാണ്. അവരിൽ ബുദ്ധിജീവികളുണ്ട്, അവരിൽ ഗവേഷകരുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്. പക്ഷേ പൂർണ്ണമായും ആ സഹസ്രാബ്ദങ്ങളായി വഞ്ചിക്കപ്പെട്ട് പോയ ഈ ദളിത് കമ്മ്യൂണിറ്റി പൂർണ്ണമായും അവർക്ക് നീതി കിട്ടിയെന്നോ അല്ലെങ്കിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾ കിട്ടിയെന്നോ ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം സാമ്പത്തികമായ അവകാശങ്ങൾ അവർക്ക് ഭൂപരിഷ്കരണ കാലത്തെ നിരസിക്കപ്പെട്ടിരുന്നു, അതൊന്നും ലഭ്യമായിട്ടില്ല. മറ്റൊരു കാര്യം, രാജ്യത്തെ പൊതു ദളിത് അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ കുറേ കൂടി മോശമായ അവസ്ഥയിലേക്കാണ് പുതിയ കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു ഉണർവ്, ഒരു അവേക്കനിങ് ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ബഹുജൻ എന്ന് പറയുന്ന നമ്മുടെ കാൻഷറാമൊക്കെ മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്, ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിന് കേരളത്തിൽ കൂടി അതിന് ഊടുംപാവും നൽകാൻ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കായിട്ടുണ്ട്, കെ കൊച്ചിൻ്റെ ചിന്തകൾക്ക്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് വളരെ കൗതുകകരമായ കുറേ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ചില നിലപാടുകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതുവരെ പിന്തുടർന്നു പോകുന്ന ലൈനിൽ നിന്ന് മാറിയിരുന്നു. അദ്ദേഹം സിൽവർ ലൈനിന് വേണ്ടി അതിശക്തമായി വാദിച്ചൊരു ബുദ്ധിജീവിയായിരുന്നു കെ കൊച്ച്. അപ്പോൾ അദ്ദേഹത്തോട് സമകാലിക മലയാളത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത അപൂർവമായൊരു നിലപാടാണല്ലോ ഇതെന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ആ സിൽവർ ലൈൻ വഴി ഉണ്ടാകുന്ന സാമ്പത്തിക ജനാധിപത്യത്തെക്കുറിച്ചാണ് അദ്ദേഹം വാദിച്ചുകൊണ്ടിരുന്നത്. വൻ മൂലധനം അത് വിദേശത്തു നിന്നാണെങ്കിലും സ്വദേശത്തു നിന്നാണെങ്കിലും കൊണ്ടുവരിക, വലിയ വികസന പദ്ധതിയിൽ നിക്ഷേപിക്കുക, അതിൻ്റെ ഡിവിഡൻഡ് എല്ലാ മനുഷ്യർക്കും ലഭ്യമാക്കുക, അതായിരിക്കണം സർക്കാരിൻ്റെ ഉന്നം എന്നാണ് അദ്ദേഹം അത് വാദിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ അതിനെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകമുണ്ട്, അത് ശബരിമല പ്രൊട്ടസ്റ്റാണ്. നമ്മൾ ഈ ശബരിമല പ്രൊട്ടസ്റ്റിനെ പറ്റി പറയുമ്പോൾ 2018-19 കാലത്ത് നടന്ന ആ സുപ്രീം കോടതി വിധിയും അതുപോലെ അതിനെതിരായ സമരവും കെ കൊച്ചിനെ പോലുള്ള ഒരുപാട് പേർ ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഒരു കാരണം, പിണറായി വിജയനെ പത്തനംതിട്ടയിലോ മറ്റോ ഒരു വൃദ്ധയായ സ്ത്രീ പുലഭ്യം പറയുന്നൊരു വീഡിയോ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. അപ്പോൾ ആ പുലഭ്യം പറയുന്ന സ്ത്രീ ഒരു വലിയ സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ചിന്തിക്കുന്നവർ കെ കൊച്ചിനെ പോലെ ധാരാളം പേരുണ്ട്. അതിൻ്റെ കാരണം, ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ശബരിമല ആചാരം ലംഘിക്കപ്പെടുന്നു എന്നുള്ളതോ ഒന്നും ആയിരുന്നില്ല അവരുടെ പ്രശ്നം. ആ സ്ത്രീ പ്രതിനിധാനം ചെയ്യുന്ന സൊസൈറ്റിയുടെ പ്രശ്നം അതല്ല, പിണറായി വിജയൻ്റെ ജാതിയായിരുന്നു. അപ്പോൾ പിണറായി വിജയൻ്റെ ജാതിയാണ് അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയ എതിർപ്പുകളുടെ പോലും ആധാരശില എന്ന് തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു കെ കൊച്ച്. അപ്പോൾ പിണറായി വിജയൻ വിമർശനാതീതനല്ല, പിണറായി വിജയൻ ഒരു ഭരണാധികാരി എന്നതിൽ തീർച്ചയായിട്ടും വിമർശിക്കപ്പെടണം. പക്ഷേ അദ്ദേഹത്തെ വിമർശിക്കുന്ന, അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന, അദ്ദേഹം അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്ന വയൽക്കിളി സമരമാണ്. വയൽക്കിളി സമരത്തിൽ ബംഗാളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും പിണറായിയുടെയും ഖബറടക്കുമെന്ന് പ്രഖ്യാപിച്ച BJP-ക്കാരുണ്ടായിരുന്നു ആ സമരത്തോടൊപ്പം. അപ്പോൾ പിണറായി എന്ത് ചെയ്താലും അതിനെതിരെ സമരം ചെയ്യുക എന്നുള്ളത് അത് പിണറായിയുടെ പാർട്ടിയോടോ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയോടോ ഉള്ള എതിർപ്പല്ല, പകരം അദ്ദേഹത്തിൻ്റെ ജാതിയോടുള്ള എതിർപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് കെ കൊച്ച്. ആ അർത്ഥത്തിൽ അതിനെ വിശാലമായി കാണാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ വേണ്ട രീതിയിൽ തന്നെ ഇന്ന് രാഷ്ട്രീയ സാംസ്കാരിക കേരളം ഓർത്തെടുത്തു എന്നുള്ളൊരു സന്തോഷം കൂടി
അദ്ദേഹത്തിന് മരണശേഷമുണ്ട്. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളതുകൊണ്ടാണ് ആ സന്തോഷത്തിന് കാരണം. ഈ അദ്ദേഹത്തിൻ്റെ ഈ പോരാട്ടങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഇപ്പോൾ കെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഇന്നലെ അദ്ദേഹം മരിച്ചതിന് ശേഷവും ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാരവും ഒക്കെ കേരളം എത്ര ബഹുമാനത്തോടെയാണ് ആ കാര്യത്തെ സമീപിച്ചത് എന്നത് അജിംസ് പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായ യോജിപ്പാണ്. അത് വലിയൊരു മാറ്റം തന്നെയാണ്. ഇപ്പോൾ പത്രമെന്ന നിലയിൽ മനോരമ നല്ല വൃത്തിയായി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ടത് കൊടുക്കുക. സണ്ണി കബിക്കാടിനെയും വിനിൽ പോൾ അല്ലേ, വിനിൽ പോൾ അവരുടെ രണ്ടുപേരുടെയും ലേഖനങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. വിനിൽ പോളിൻ്റെയും സണ്ണി കബിക്കാടിൻ്റെയും ലേഖനങ്ങളിലെ 2 വാചകങ്ങൾ വളരെ ശ്രദ്ധേയമായി തോന്നി. ഒന്ന്, ഈ വിനിൽ പോൾ പറയുകയായിരുന്നു, ദളിതൻ എന്ന് പറയുന്നത് സാമൂഹ്യ അന്തസ്സ് നേടിയെടുക്കുന്നതിൻ്റെ ഒരു വിമർശനാത്മക പരികൽപ്പനയാക്കി അദ്ദേഹം മാറ്റിയെന്ന്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ അകറ്റി നിർത്തുന്ന ഒരു സംജ്ഞയായിട്ട് നിന്നിരുന്നതിനപ്പുറത്ത് വലിയൊരു പ്രതിരോധത്തിൻ്റെ എന്താ പറയേണ്ട ഒരു സിമ്പലായിട്ട്, പ്രതീകമായിട്ട് അതിനെ മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് വിനിൽ പോൾ പറയുന്നുണ്ട്. ചെറുപ്പക്കാരനാണ്, നല്ല ഒരു നിരീക്ഷണമായി തോന്നി. സണ്ണി കബിക്കാട് പറഞ്ഞതും പ്രധാനമാണ്. ഇപ്പോൾ അജിംസും സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ഏതൊക്കെ ബൗദ്ധിക മണ്ഡലങ്ങളിലാണ് കൊച്ച് വ്യാപരിച്ചത്, ഒപ്പം സമരമുഖത്ത്. അപ്പോൾ സണ്ണി പറയുകയാണ് അതിനകത്ത് ഈ മേഖലയിൽ ഈ ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഒരു വൈജ്ഞാനിക പോരാട്ടം കൂടിയാണ് എന്ന് മനസ്സിലാക്കി തന്നത് കൊച്ചാണ് എന്ന്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ മുഖ്യധാര സാംസ്കാരിക രംഗങ്ങളായ സിനിമ, സാഹിത്യം, ആ മേഖലകളിലൊക്കെ ചരിത്രം, ഇതിലെല്ലാമുള്ള ഈ പറയുന്ന സവർണ ബിംബങ്ങളെയൊക്കെ തച്ചുടയ്ക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഒരു വൈജ്ഞാനികമായ ഇടപെടലായിരുന്നു. അപ്പോൾ ഈ ദളിത് പ്രതിരോധം എന്ന് പറയുന്നത് വൈജ്ഞാനിക അധികാരത്തിലേക്ക് കൂടി എത്തേണ്ട ഒന്നാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് സണ്ണി വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ട്, നേരത്തെ അജിംസും പറഞ്ഞതുപോലെ, കേരളത്തിൻ്റെ വൈജ്ഞാനിക ശാഖകളുടെ എല്ലാ വൈവിധ്യങ്ങളിലും ഇപ്പോൾ ദളിത് വിഭാഗങ്ങളുടെ നല്ല പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ ആ വിഭാഗങ്ങളുടെ നല്ല ഇടപെടൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നാന്ദിയായത് കൊച്ചാണ് എന്ന് പറയുന്നുമുണ്ട്. അതൊക്കെ വലിയ സംഭാവനകളാണ്. അപ്പോൾ നമുക്ക് വേദനിപ്പിക്കുന്ന മറ്റൊരു മരണം അടുത്ത ഒരുപാട് മുൻപല്ലാതെ നാം കണ്ടിട്ടുണ്ട്. അത് കുഞ്ഞാമൻ്റെ മരണമാണ്. കുഞ്ഞാമൻ്റെ ഒരു ഘട്ടത്തിൽ ജീവിതം ഒടുക്കുകയാണ്. കുഞ്ഞാമൻ്റെ വലിയ ഫൈറ്റർ തന്നെയായിരുന്നു. പക്ഷേ കൊച്ചിനെ പോലെ പ്രത്യക്ഷ സമരമുഖങ്ങളിൽ അദ്ദേഹം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞ്, നമ്മളതൊക്കെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടല്ലോ. ഒരു പട്ടിയുടെ മുന്നിൽ നിന്ന് ഭക്ഷണം കിട്ടാനായിട്ട് നോക്കുകയും ആ പട്ടി ആക്രമിക്കുകയും ചെയ്തു എന്ന് പറയുന്ന വലിയൊരു വെളിപ്പെടുത്തലാണ് എതിരെ എന്ന് പറയുന്ന ആത്മകഥയെ ഇത്രയും പൊള്ളിക്കുന്നൊരു അനുഭവമാക്കുന്നത്. പിന്നെ അവസാനം അങ്ങ് ജീവൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സമരമേഖലയിലേക്ക് പോകുന്നില്ല കുഞ്ഞാമൻ. അപ്പോൾ എവിടെയൊക്കെയോ ഒരു നിസ്സഹായത അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുമുണ്ട്. അങ്ങനെയല്ല കൊച്ചിൻ്റെ കാര്യത്തിനകത്ത്. കൊച്ച് പ്രത്യക്ഷ സമരങ്ങളിൽ തന്നെ പങ്കെടുത്തിരിക്കുന്നുണ്ട്, വേറൊരു തരവസ്ഥ. അപ്പോൾ മാത്രമല്ല ഈ പറയുന്ന നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു, പിന്നീട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ പിന്നീട് വന്നൊരു അംബേദ്കറൈസ്റ്റ് ആകുന്നു അല്ലേ. ഇങ്ങനെയൊക്കെയാണ്. കുഞ്ഞാമൻ എപ്പോഴും ഈ മായാവതിയൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാഷ്ട്രീയ അധികാരത്തിലേക്ക് നമ്മൾ വരികയാണ് വേണ്ടത്, അപ്പോഴാണ് നമുക്ക് മുന്നേറാൻ കഴിയുക എന്ന് പറഞ്ഞ അവസാനം ജീവൻ ഒടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അക്കാദമിക് സർക്കിൾ എന്ന് പറയുന്നത് സവർണാധിപത്യമുള്ള ഏറ്റവും ശക്തമായ മേഖലയാണ്. അപ്പോൾ അതിൻ്റെ വലിയ ദുരന്തങ്ങൾ എല്ലാ കാലത്തും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹത്തിന് ഉയർന്ന പദവികളൊക്കെ വാഗ്ദാനം ചെയ്യുമ്പോഴൊക്കെ നിഷേധിക്കുകയാണ് കുഞ്ഞാമൻ ചെയ്തിട്ടുള്ളത്. കാരണം എവിടെ പോയാലും പദവികളിലൂടെ പരിഹരിക്കപ്പെടുന്നതല്ല ഇത്. സണ്ണി കബിക്കാട് എപ്പോഴും പറയുകയും നമ്മളെപ്പോഴും ഓർമ്മിക്കുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു ദളിതൻ, അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് സർക്കാർ ജീവനക്കാരനായിരിക്കാം, മറ്റൊരു വിദൂര സ്ഥലത്തേക്ക്, കേരളത്തിൽ തന്നെ മറ്റൊരു ദൂര സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കിട്ടിപ്പോകുന്നു എന്നിരിക്കട്ടെ, അയാൾ ആ കസേരയിൽ എത്തുന്നതിന് മുൻപ് അയാളുടെ ജാതി അവിടെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്ര ശക്തമാണത്. അപ്പോൾ അതിൻ്റെ ദുരനുഭവങ്ങൾ കുഞ്ഞാമനെ അഭിമുഖീകരിക്കുകയും അത് വ്യക്തിതലത്തിൽ അദ്ദേഹത്തെ വലിയ സന്ത്രാസങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൊച്ചങ്ങനെയല്ല, ഒരു പോരാട്ടത്തിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. സമരമുഖങ്ങളിൽ പങ്കാളിയായതിൻ്റെ ഒരു ഗുണമായിരിക്കാം. അപ്പോഴും ഒരു വിയോജിപ്പായി പറയാനുള്ളത്, ഈ കൊച്ചിനെ പറ്റി പറയുന്നത് ഈ വർഗ ന്യൂനീകരണത്തിലേക്കാണ് മാർക്സിസം പോകുന്നത് എന്നതുകൊണ്ട് അതിനോട് വിട പറഞ്ഞു എന്നാണ്. ഇതൊരു വലിയ പ്രതിരോധമായിരിക്കുമ്പോൾ പോലും ഈ ദളിത് സ്വത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഇത്തരം പ്രതിരോധങ്ങളുടെ ഒരു ന്യൂനത, നമ്മൾ മാർക്സിസത്തെ വർഗ ന്യൂനീകരണം എന്ന് പറയുന്നത് പോലെ ഇത് സ്വത്വവാദ ന്യൂനീകരണത്തിലേക്കും പോകുന്നുണ്ട്. താരതമ്യം ചെയ്താൽ ഭേദം വർഗ ന്യൂനീകരണമാണെന്ന് തോന്നും. കാരണം അതിൻ്റെ പരികൽപ്പന അടിസ്ഥാനപരമായി സാമ്പത്തികമായിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് അതിൻ്റെ ഉൾക്കൊള്ളൽ ശേഷി വിപുലമാണ്. വിവിധ വിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും അതിന്. അതേസമയം ഒരു സ്വത്വവാദത്തിലേക്ക് പോയാൽ അത് ഏത് വിഭാഗത്തിൻ്റെതായാലും
അതിന് പരിമിതമായ ലക്ഷ്യങ്ങളും പരിമിതമായ ഉൾക്കൊള്ളൽ ശേഷിയുമാണുള്ളത്. അതുകൊണ്ട് കൊച്ചൊരു വലിയ സാധ്യതയായിരിക്കുമ്പോൾ തന്നെ, വലിയ പ്രതിരോധത്തിൻ്റെ മാതൃകയായിരിക്കുമ്പോൾ തന്നെ വർഗപരമായ ന്യൂനീകരണം എന്ന് പറയുന്നത് അപ്രസക്തമാക്കിയ ഒരാളാണ് എന്ന നിലയിൽ ഞാൻ അതിനെ കാണുന്നില്ല. വിമർശനാത്മകമായാണ് കാണുന്നത്. സ്വത്വവാദ ന്യൂനീകരണത്തിലേക്ക് പോകുന്ന ഒരു ബിംബമായി കൊച്ചടക്കം മാറരുത് എന്നൊരു ചിന്ത പങ്കുവയ്ക്കുന്നു. ഏതായാലും പോരാളിയായ കെ കെ കൊച്ചിനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസോടെ പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണാം. നമസ്കാരം.